അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് ഇരുമ്പം പുളി വെച്ചിട്ടുള്ളതാണ്. ഇരുമ്പം പുളി അല്ലെങ്കിൽ പുളിച്ചിക്ക, പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇരുമ്പം പുളിയുള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പൊഴിഞ്ഞു പോയി ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇരുമ്പം പുളിയുടെ സീസണാണ്. അപ്പൊ ഞാൻ കാണിക്കുന്ന ഈ റെസിപ്പി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇരുമ്പം പുളി പോലും ബാക്കി ഉണ്ടാവില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇരുമ്പം പുളി എടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യമില്ല, ഞാൻ കുറച്ചധികം എടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 40 ഇരുമ്പം പുളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഇരുമ്പം പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു 30 എടുത്താൽ മതിയാകും. ഇതുപോലെ നല്ല ഉറപ്പുള്ള ഇരുമ്പം പുളി നോക്കിയെടുക്കുക. പഴുത്ത ഇരുമ്പം പുളി എടുക്കരുത്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഇരുമ്പം പുളിയുടെ രണ്ടറ്റവും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ചെറിയ ഇരുമ്പം പുളിയാണെന്നുണ്ടെങ്കിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പൊ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് വലുത് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകമാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും ആവശ്യമില്ല. എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വീതം മതിയാകും. അപ്പോൾ പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇടികല്ലിൽ വെച്ചിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് പൊടിച്ചിട്ട് ഇടികല്ലിൽ വെച്ച് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിലെ ചെറിയ ജാറിലൊക്കെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇടികല്ലില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ടീസ്പൂൺ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നാൽ മാത്രം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം, നല്ലൊരു മണം വരും. അതുവരെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉലുവയുടെ നിറമൊക്കെ മാറി കടുകെല്ലാം എന്താ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ചൂടാണ്. ചൂട് മാറിയതിനു ശേഷം നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ എന്താ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ശർക്കര എടുക്കുന്ന സമയത്ത് ഇതുപോലെ കറുത്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളറൊക്കെ കിട്ടും. ഇപ്പം ഏത് വെള്ള ശർക്കരയോ കറുത്ത ശർക്കരയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുത്താൽ മാത്രം മതി. നമ്മൾ പൊടിയായിട്ട് നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് ഉരുക്കി കിട്ടിക്കോളും. ശർക്കരയെല്ലാം ഒന്ന് തിളച്ച് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇത് അരിച്ച് ഒഴിച്ച് ഈ കുക്കർ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിച്ചൊഴിക്കുന്നില്ല. ഇനി ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുമ്പം പുളി ഇട്ട് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടി പോരുത്, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ഇരുമ്പം പുളി ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇത് പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം. ഇളക്കി ചെറിയ രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം
നമ്മളിത് ഉലുവ, കടുക്, അതുപോലെ തന്നെ ചെറിയ ജീരകം എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് മുഴുവനും വേണ്ട. അപ്പൊ ഇതിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഉലുവ, കടുക്, ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വീതം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ കുറച്ച് എരിവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളകാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു കളർ കിട്ടും, എരിവ് കുറവായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. ഒരുപാടങ്ങ് വറ്റി വരാൻ പാടില്ല. ഉലുവയും കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചെടുത്ത് 1/4 ടീസ്പൂൺ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇരുമ്പുളിയുള്ള സീസണിൽ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ബാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുപ്പി കാലിയാകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇരുമ്പുളി വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തതെന്ന് പറയില്ല. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാര ഇടുന്നതിന് മുമ്പും ടേസ്റ്റ് ചെയ്ത് നോക്കുക, പഞ്ചസാര ഇട്ടതിന് ശേഷം രണ്ടാമത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് കഴിവുണ്ട്. ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി വരരുത്. ശർക്കര പാനിയല്ലേ, അപ്പോൾ അത് ചൂട് മാറിക്കഴിയുമ്പോൾ ഇരുന്ന് കല്ലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആവുന്ന സമയത്ത്, ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, കുറച്ചും കൂടെ ഇതാ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ലൂസായിട്ടല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂട് മാറി കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം കുറുകി സെറ്റായി വരും. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയം 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ബിരിയാണിയുടെ കൂടെ, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് രുചിച്ച് നോക്കുന്നവർ ആരും തന്നെ പറയില്ല ഇരുമ്പുളി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇരുമ്പുളിയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം വരെയൊക്കെ പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കേടൊന്നും വരില്ല. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു 6-8 മാസം നമുക്ക് ഇത് ഒരു കേടും വരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇരുമ്പുളി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കഴിച്ചു നോക്കുന്നവർ ആരും തന്നെ പറയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇരുമ്പുളി വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്